ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ
നനുത്ത കുഞ്ഞിമിഴി മുത്താരം മുകിലാരം മുത്തമേകണം. ഇനിയൊന്നും ഞാൻ പറഞ്ഞു തരില്ല. നീ എന്താന്ന് വെച്ചാൽ ആരോഗ്യം വിജയിച്ച കൊച്ചമ്മിനി കൊണ്ടുവന്ന കുറുക്കുപെൺമണിയെ നുണക്കു വിദ്യകളാ മാടക്കമിട പോലെ കുരുക്കിലാക്കണം. തുടുത്ത പുങ്കവിളിൽ നനുത്ത കുഞ്ഞിമിഴിൽ മുത്താരം മുകിലാരം മുത്തമേകണം. എന്റെ കണ്ണെടുത്തോളൂ, പക്ഷേ എനിക്കെപ്പോഴും നിന്നെ കാണണം. എൻ്റെ മനസ്സെടുത്തോളൂ, പക്ഷേ എപ്പോഴും നിന്നെ പറ്റി ചിന്തിക്കണം. എൻ്റെ ഹൃദയം എടുക്കാനാവില്ല, കാരണം അത് നിന്റെ കയ്യിലാണ്. സന്തോഷ് പണ്ഡിറ്റിന്റെ സിനിമയുടെ ദൈവമേ, മുല്ലപ്പെരിയാർ പ്രശ്നം പ്രധാനമന്ത്രി ഇടപെടുന്നു. ഈ മുല്ലപ്പെരിയാറൊക്കെ പൊട്ടോ? 116 വർഷം പഴക്കമുള്ള ആ ഡാമിന്റെ അവസ്ഥ ഇന്ന് വളരെ പരിതാപകരമാണ്. ആ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ 35 ലക്ഷം പേരുടെ ജീവനെയാണ് അത് ബാധിക്കുക. ഇനി ഒറ്റ വഴിയേ ഉള്ളൂ, പുതിയ ഡാം. അത് മാത്രം. ഈ പുതിയ ഡാം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ആയാലേ എന്ത് പറഞ്ഞാലും പ്രധാന വാർത്തകൾ. മുല്ലപ്പെരിയാർ പരിസര പ്രദേശത്ത് വീണ്ടും ശക്തിയേറിയ ഭൂചലനം. പരിസരവാസികളോട് മുൻകരുതലുകൾ എടുക്കണമെന്ന് മുഖ്യമന്ത്രി. ഇപ്പോൾ കിട്ടിയത് മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ സുപ്രീം കോടതി ഉത്തരവ്.
മരണം കാത്തു കിടക്കുന്ന രോഗിയെ പോലെയാണ് ഇന്ന് നമ്മുടെ അവസ്ഥ. നാം തമിഴനാകാം, മലയാളിയാകാം, പക്ഷേ നാം എല്ലാവരും ഭാരതീയരാണ്. രണ്ട് കാര്യങ്ങളാണ് നമ്മെ തകർക്കുന്നത്, ഇന്നലെയും നാളെയും. ഒന്ന് കഴിഞ്ഞുപോയി, മറ്റൊന്ന് വരുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇന്ന് നന്നായി ജീവിക്കുക, നല്ലൊരു നാളേക്കായി.